ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് നോമ്പിന് പറ്റിയ ഒരു റമദാൻ കഞ്ഞിയാണ്, സൗദി സ്റ്റൈൽ ഷോർബ. അപ്പോൾ ഈ കഞ്ഞിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നുറുക്ക് ഗോതമ്പും ചിക്കനുമാണ്. അപ്പോൾ നുറുക്ക് ഗോതമ്പിന് പകരം ചിലർ ഓട്സ് യൂസ് ചെയ്യും, പക്ഷേ ഒത്തൻറ്റിക് ഷോർബയിൽ ഗോതമ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പാകിസ്ഥാനി സ്റ്റൈൽ ഹലീമിനായിട്ട് കുറച്ചൊരു സിമിലാരിറ്റീസ് കാണും, എന്നാലും ഉണ്ടാക്കുന്ന രീതി ഇത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഷോർബ ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഞാൻ ഷാന, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതിന് വേണ്ടി എടുക്കുന്നത് 500 ഗ്രാം നുറുക്ക് ഗോതമ്പ്. നുറുക്കാത്ത ഗോതമ്പാണെങ്കിൽ അത് ഒരുപാട് കൂടുതൽ നേരം വെള്ളത്തിലിടുന്നുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ ഒരു 4-5 മണിക്കൂർ. മറ്റേതാണെങ്കിൽ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്തി വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊരു വലിയ പാത്രത്തിൽ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. കുറച്ച് സമയം എടുക്കും. ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് പതുക്കെ ഒരു അരമണിക്കൂറൊക്കെ എടുക്കും ഇത് ശരിക്കും സോഫ്റ്റായിട്ട് കിട്ടാൻ. അപ്പോൾ വെള്ളം ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. മൂടി വെച്ച് നമുക്കത് റെഡിയാക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ വേണ്ടത് 600 ഗ്രാം ചിക്കൻ കീമ, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളം തിളയ്ക്കുന്നുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഓഫാക്കിയിട്ട് അതിലേക്ക് 3 വലിയ സൈസിലുള്ള തക്കാളി ആഡ് ചെയ്തിട്ട് അതൊരു 3 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം കളഞ്ഞ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ക്രോസ് കട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ തൊലി കളയാൻ പറ്റും. ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിത് ഒന്ന് അരച്ച് ഒരു പേസ്റ്റ് ആക്കണം. വെള്ളമൊന്നും ചേർക്കണില്ല. അപ്പോൾ ഇതാണ് നമ്മൾ 3 തക്കാളി കൊണ്ടുണ്ടാക്കിയ ടൊമാറ്റോ പേസ്റ്റ്. പിന്നെ വേണ്ടത് ഒരു 4 വലിയ സവാള, ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ സ്ലൈസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു 2 പ്ലേറ്റ് കാണും. ഒരു ഗോൾഡൻ നിറമായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടുത്തെ ഇന്ന് ഞാൻ ഉപയോഗിച്ച സവാള വളരെ ഡാർക്ക് കളറുള്ള ഈ ബീട്രൂട്ട് നിറമുള്ള സവാളയാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കളറ്. അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ലൈറ്റ് നിറമായിരിക്കും. അത് കൈകൊണ്ട് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അത് മാറ്റി വയ്ക്കാം. ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഗോതമ്പ് നുറുക്ക് റെഡിയായി വരുന്നുണ്ട്. വെള്ളം അത്യാവശ്യത്തിന് ഒഴിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ അടിയിൽ നിന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അടിയിലൊരു അട പോലെ ഒരു ലെയർ പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇവിടെ ഒരു വലിയ പാനിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചേർത്തിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കളറൊന്നും മാറരുത്. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ കീമ ആഡ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ പിങ്ക് നിറമൊക്കെ മാറി കിട്ടിയാൽ മതി. കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. പിങ്ക് നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ക്രഷ് ചെയ്തിട്ടുണ്ട്. കൈ കൊണ്ട് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചിക്കൻ കീമയിൽ നന്നായിട്ട് ഒത്തുചേർന്ന് കിട്ടണം. ഇതിലേക്ക് എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് പച്ചമുളകിൻ്റെ പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ. പാകത്തിന് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പച്ചമുളക് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് അരച്ച പേസ്റ്റാണത്. അതും കൂടി ചേർത്ത് തക്കാളിയുടെ ഒക്കെ പച്ച ചുവ മാറുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ നാരങ്ങ കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ മസാലപ്പൊടികൾ ചേർക്കാൻ പോവുകയാണ്. 1-2 ടീസ്പൂൺ നല്ല ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെയും ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 1 മുതൽ 1.25 ടീസ്പൂൺ വരെയും കുരുമുളക് പൊടി. ഇതിലേക്ക് ഉപ്പ് പാകത്തിന്, ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മല്ലിയില കൊത്തി അരിഞ്ഞതും കൂടി ചേർത്താലും നല്ലതായിരിക്കും. ഇനി ഇത് നമുക്ക് കഞ്ഞിയിലേക്ക് ഇടാം. കഞ്ഞി ഇപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. അടിയിൽ നിന്ന് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്.
ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം ചേർക്കാം, നമുക്ക് ആവശ്യത്തിനൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഉപ്പ് പാകത്തിന് ഒരു 2-3 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നോക്കിയിട്ട് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി, ഇതൊക്കെ ഇപ്പം ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി വളരെ കുറച്ച് മതി. എന്നിട്ട് ചിലർക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി ഇങ്ങനെ ക്രീമി ആയിട്ടിരിക്കണം. അതുകൊണ്ട് ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് അത്യാവശ്യമില്ല, ചിക്കൻ്റെ പീസ് കിടക്കണതും രസമാണ്. അതുപോലെ തന്നെ നമ്മൾ ആ കീമ റെഡിയാക്കിയില്ലേ, കുക്ക് ചെയ്തില്ലേ, ആ കീമയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് അവസാനം ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്താലും അതും നല്ലതാണ്. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ആദ്യം മാറ്റി വയ്ക്കാം ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാൻ, ഫൈനൽ ഗാർണിഷിൻ്റെ സമയത്ത്. അപ്പോൾ ഈ ഗാർണിഷിന് വേണ്ടി ഈ കഞ്ഞി ഇതിലെ ഒരു സെർവിങ് ഡിഷിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും ആവി പോയതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ പാനിലിട്ട് നന്നായി ചൂടായതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണവും കിട്ടും, കാണാൻ കുറച്ചും കൂടി നല്ലതാണ്. അതിൻ്റെ മുകളിൽ ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയില, പുതിന ഇഷ്ടമാണെങ്കിൽ പുതിന ചേർക്കാം. പിന്നെ ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ഇതുപോലെ നീളത്തിലരിഞ്ഞ ജൂലിയൻ സ്ലൈസ് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പ്ലേറ്റിൽ വേറെ നമുക്ക് മല്ലിയില, പുതിന, ഇഞ്ചി, പിന്നെ കുറച്ച് നാരങ്ങ കഷ്ണങ്ങളൊക്കെ വെക്കാം. അത് കഴിക്കാൻ നേരത്ത് ഓരോരുത്തർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഏറ്റവും അവസാനം കുറച്ച് ചാട്ട് മസാല ഒന്ന് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ചാട്ട് മസാല ഇല്ലെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ അതുണ്ടെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് ഈ ഷൊർബയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സൗദി സ്റ്റൈൽ റമദാൻ കഞ്ഞി നമ്മൾ തയ്യാറാക്കി. ചിക്കനും ഗോതമ്പ് നുറുക്ക് ചേർത്തുണ്ടാക്കുന്ന ഷോർബ. എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതൊരു കമൻറ്റ് ഇടണം. അതുപോലെ റെസിപ്പി ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും വിവരം അറിയിക്കണം. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്